ബറോസ് ബറോസ് നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്ത ഒരു മൂവി ട്രെയിലർ വന്നിരിക്കുകയാണ്. ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര രസമുണ്ട്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു മൂവിയാണ്. ലൂസിഫർ റേഞ്ചിലേക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു മലയാളത്തിൽ ഏറ്റവും നല്ല, അതായത് ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടും സിനിമാ പ്രേമികൾ അവർക്കൊക്കെ ഒരു വിഷ്വൽ മാജിക് ആയിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ, ഇപ്പോൾ ഡയറക്ടറും കൂടെ ആയിരിക്കുകയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. വിഷ്വൽ മാജിക് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ബറോസ് 3D ആണ് സംഭവം. ഗാർഡിയൻ ഓഫ് ട്രഷർ, നിധി കാക്കുന്ന ഭൂതം, അതാണ് നമ്മുടെ ലാലേട്ടൻ്റെ റോള്. എന്തോ ഡിഗാമ ഗൊഗാമ എന്നൊക്കെ പറയുന്നുണ്ട്. ഫുള്ളായിട്ട് ട്രെയിലർ അങ്ങോട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല, അന്നേരം നമ്മുടെ ആൾക്കാർ കോപ്പിറൈറ്റ് അടിക്കും. കാരണം എനിക്ക് വലിയ കോണ്ടാക്റ്റും ഇതൊന്നും ഇല്ലല്ലോ. കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാനുള്ള സൂത്രപ്പണികൾ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഇത് ഞാനിങ്ങനെ മൊബൈലിൽ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഞാൻ കാണുന്നതുകൊണ്ട് എന്താണെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ, ആശീർവാദ് സിനിമാസ്. ഇത് മറ്റേ പണ്ടത്തെ ഒരു 3D ഉണ്ടല്ലോ, ആദ്യത്തെ 3D കുട്ടിച്ചാത്തൻ, എന്തോ അല്ലേ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതിനകത്ത് പിള്ളേരെ കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിള്ളേർക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെയാണ്. പടം പൊട്ടിയാൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശ്രീനിവാസൻ സാറാണ് കാരണം. ഇന്ന് ഞാൻ ലാലേട്ടൻ്റെ കല്യാണത്തിൻ്റെ കാസറ്റ് കണ്ടു. അപ്പോൾ അതിനകത്ത് നസീർ സാറ് കല്യാണത്തിൽ വരുന്നത് ആ ഒരു സീന് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് നമ്മുടെ ശ്രീനിവാസൻ സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കപ്പെടുന്ന ലാലേട്ടൻ, മോഹൻലാൽ എന്ന വ്യക്തി ഒരു ഹിപ്പോക്രിറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇൻസ്റ്റൻസ് ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സന്ദേശം എന്ന സിനിമ, അതിൻ്റെ കഥ എഴുതിയത് പ്രേം നസീർ സാറ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രേം നസീർ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ ആകേണ്ടിയിരുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ശ്രീനിവാസൻ സാർ പറഞ്ഞു, ഇതുപോലെ പ്രേം നസീർ സാർ ഇങ്ങനെ ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞതാണ് എന്ന് ശ്രീനിവാസൻ സാർ പറയുന്നു. ഞാൻ കേട്ടിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. ലാലേട്ടൻ പറഞ്ഞാണ്, ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ എന്ന് ലാലേട്ടൻ പറഞ്ഞതായിട്ട് ശ്രീനിവാസൻ സാർ പറഞ്ഞു. അതൊരു അരം പറ്റിയ വാക്കായിട്ട് ഈ സിനിമയിൽ വരുമോ എന്ന് ഒരുപാട് ക്രിട്ടിക്സ്, അതായത് ലാലേട്ടനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അത് അങ്ങനെ വിചാരിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ ആക്സിഡൻ്റലി ഇന്ന് ഉച്ചയ്ക്ക് കണ്ടതാണ് ആ കാസറ്റ്. ആ വീഡിയോ യൂട്യൂബിലുണ്ട്. അതിൽ എല്ലാ പഴയ ആക്ടേഴ്സിനെയൊക്കെ കാണാം. അതൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമ്മുടെ മമ്മൂക്കയൊക്കെ വന്നിട്ട് മമ്മൂക്ക ഇങ്ങനെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ആൾക്കൂട്ടവും ഇപ്പോഴത്തെ പോലത്തെ ഒരു സമയമല്ലല്ലോ അത്. ആ കല്യാണം നടന്ന സമയം എന്ന് പറയുന്നത്, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണത്. ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ വിവാദമൊക്കെ ഉണ്ടല്ലോ, നയൻതാരയുടെ കല്യാണം. അപ്പോൾ അങ്ങനെ വിറ്റിട്ടൊന്നും ഇല്ലായിരുന്നു. ലാലേട്ടൻ അത് കാസറ്റാക്കി, അത് ഒരുപാട് ആൾക്കാർ കൊടുത്ത് ആ കാസറ്റ് ഒരുപാട് കറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ടോപ്പിക്ക് വിട്ട് പോവാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൽ ആ വാക്ക്, ആ നസീർ സാറിനെ ലാലേട്ടൻ മോക്ക് ചെയ്തത് ശരിയായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും അത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത്. പക്ഷേ എന്താണേലും അത് തെറ്റാണ്. ഞാൻ ഭയങ്കര ഒരു മോഹൻലാൽ ഫാനാണ്. പക്ഷേ എന്നാലും ആ പറഞ്ഞ വാക്ക് എനിക്കങ്ങോട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം നസീർ സാറിനെ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ശ്രീനിവാസൻ സാർ വേറെ ഒരു കാര്യം പറഞ്ഞു. ഈ കല്യാണത്തിൽ വന്ന സമയത്ത് നസീർ സാറ് ഒരു ചെക്ക് കൊണ്ട് ലാലിന് കൊടുത്തു. അങ്ങനെ അത് നസീർ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. പുള്ളി അത് അക്സെപ്റ്റ് ചെയ്ത് വാങ്ങിച്ചു. പടം ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നസീർ സാറ് മരിക്കുകയും ചെയ്തു. മരിച്ചപ്പോൾ ലാലേട്ടൻ വന്നിട്ട് വലിയ ഒരു കോളം മനോരമയിലോ എങ്ങാണ്ട് ഏതോ ഒരു പത്രത്തിൽ പുള്ളി എഴുതി. അതിലെനിക്ക് മനസ്സിലായി ഭയങ്കര ഒരു ഹിപ്പോക്രിറ്റ് ആണെന്നുള്ളത്. തനിക്ക് ഇങ്ങനെ പറ്റി എന്ന് ഞാൻ ചോദിച്ചു എന്നൊക്കെ പുള്ളി ഇങ്ങനെ കുറേ തള്ളി വിട്ടു. അപ്പോൾ എന്താണേലും അങ്ങനെ നിൽക്കട്ടെ. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ പടം കണ്ടിട്ട്, ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പടം വിജയിക്കാതെ പോയാൽ ശ്രീനിവാസൻ സാറിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുമെന്ന് തോന്നുന്നു അത് കേൾക്കുവാണെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് ലാലേട്ടനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എൻ്റെ ഒരു ഉള്ളിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു ഫാനാണ് പുള്ളിയുടെ. ഒരു കുഞ്ഞൊരു ഫാനാണ്. നമ്മൾ വലിയ കട്ടൗട്ട് വെക്കുന്ന അങ്ങനത്തെ ഒരു ഫാനല്ല.
ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. ലാലേട്ടൻ എന്ന് പറയുന്ന അതുപോലെയാണ് പുള്ളിയുടെ കരിയർ ക്യാരി ചെയ്തിട്ടുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ പുള്ളി ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ എന്ന് പറയുന്നത് പുള്ളി തന്നെയാണോ ഫുള്ള് ഡയറക്റ്റ് ചെയ്താൽ നമുക്കറിയില്ല. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒരുപാടുണ്ടാവും. പക്ഷേ എന്നാലും പുള്ളി അത് ഒരുപാട് നേരത്തെ ചെയ്യായിരുന്നു, അങ്ങനെ കള്ളത്തരം കാണിക്കാനാണെങ്കിൽ. പക്ഷേ അത് പുള്ളി ഇപ്പോഴാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു ഫാൻറ്റസി, ഭയങ്കര ഒരു പടമാണ്. കണ്ടിട്ട് സ്പെഷ്യൽ എഫക്റ്റും കാര്യങ്ങളും പിന്നെ 3Dയും പിന്നെ ഈ കൊച്ചു പിള്ളേരുടെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ 1-2 പാട്ട് വിജയിച്ച് കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റായി പോകും. അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഈ കങ്കുവ പോലെയൊക്കെ ആയി പോകുമെന്ന് നമുക്കറിയില്ല. കണ്ടിട്ട് നല്ല രസമുണ്ട്. നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ഇപ്പോൾ ഇസബെല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും പിന്നെ അവളുടെ ഫ്രണ്ട്സും, ഇത് മറ്റേ ചാത്തുട്ടി, മറ്റേ പണ്ടത്തെ കുട്ടിച്ചാത്തൻ, മൈഡിയർ കുട്ടിച്ചാത്തൻ, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മോഡേൺ വേർഷൻ എന്ന് പറയാം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്ന പോലെ അത് ഇമാജിനേഷൻ ആയിരിക്കും. അവസാനം കൊണ്ട് അത് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു നമുക്കറിയില്ല. അതിലാണ് പടത്തിൻ്റെ വിജയവും തോൽവിയും ഇരിക്കുന്നത്. അത്രേ പറയാനുള്ളൂ. എന്തൊരു പേരാപ്പ ഇത്, ഡിഗാമ. ഫുള്ള് കൊച്ചു പിള്ളേരാ. മറ്റൊരാളെ ഓർത്തു തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തിലെ മോളെ. ഇത് മറ്റേ ബാഹുബലിയിൽ വന്നുള്ള ബാറോസ് എന്നൊക്കെ പറഞ്ഞു കളയുമെന്നറിയില്ല. പക്ഷേ സംഭവം ഒരു കോമഡി പ്ലസ് ആക്ഷൻ ആൻഡ് ഫൺ ത്രിൽ പിന്നെ ടെക്നോളജി 3D പരിപാടിയാണ്. ഇതൊക്കെ കൂടെ വരുമ്പോൾ പടം ഭയങ്കര സംഭവമായിരിക്കും തോന്നുന്നു. കണ്ടിട്ട് നല്ല രസമുണ്ട്. അതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. മറ്റേ വെള്ളം കുടിക്കാൻ എന്തോ ശ്രമിക്കുമ്പോൾ അത് വെള്ളം അങ്ങോട്ട് പോവാണ്, ഗ്രാവിറ്റി അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അതാണേലും ഓൾ ദ ബെസ്റ്റ് ടു മിസ്റ്റർ മോഹൻലാൽ. നമ്മുടെ ഒരു റോൾ മോഡൽ, ഒരു ഐക്കൺ എന്നൊക്കെ പറയാം. മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് പുള്ളി. ഡിസംബർ 25 റിലീസാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, വെക്കേഷൻ പിള്ളേരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് പിള്ളേർക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. എന്താണേലും അപ്പനും അമ്മയും കൂടെ തന്നെ വരും. പിന്നെ അങ്കിൾ, ആൻറ്റി, മറ്റേത് മറിച്ചത്, ഒരുപാട് ക്രിസ്ത്യൻ സമൂഹത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും പിന്നെ ഹിന്ദുസും എല്ലാ ആൾക്കാർക്കും ഹോളിഡേ ആണല്ലോ, ഹോളിഡേ സീസൺസ് ഗ്രീറ്റിങ്സ്. എന്താണേലും ഓൾ ദ ബെസ്റ്റ് ടു ലാലേട്ടൻ. ഭയങ്കര അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുണ്ട് സംഭവം. ആണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ബറോസ്.